സർവകലാശാല വിഷയത്തിൽ സർക്കാർ ഗവർണർ സമവായം വേണ്ടെന്ന് സർക്കാർ തീരുമാനം. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല VC നിയമനം വൈകിപ്പിക്കുന്നതിനെ തുടർന്നാണ് തീരുമാനം. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ഉമേഷ്, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ ആ വിധത്തിൽ ഒരു മഞ്ഞുരുക്കം ഇല്ല എന്ന സൂചനയാണോ ഇപ്പോൾ ലഭിക്കുന്നത്? ക്രിസ്റ്റീന, അതിൽ മറ്റൊരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും സുപ്രധാനമായ വാർത്ത, കാലിക്കറ്റ് സർവകലാശാലയിൽ ഇന്നലെ ഗവർണർ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. അതിൽ സർക്കാർ പ്രതിനിധിയായി, അതായത് സെനറ്റിന്റെ പ്രതിനിധിയായി ഒരാളെ നിയമിച്ചിരുന്നു. പ്രൊഫസർ സാബുവിനെ നിയമിച്ചിരുന്നു. പക്ഷേ പ്രൊഫസർ സാബു ഇപ്പോൾ ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു. ഗവർണറെ ഇമെയിൽ പ്രകാരം തന്റെ തീരുമാനം അറിയിച്ചിരിക്കുന്നു. താൻ ഈ സെർച്ച് കമ്മിറ്റിയിൽ ഇല്ല എന്ന്. സാങ്കേതിക സർവകലാശാല, ഡിജിറ്റൽ സർവകലാശാല VC നിയമനവുമായി ബന്ധപ്പെട്ട ചുരുക്കപ്പട്ടിക മുഖ്യമന്ത്രി കൈമാറിയിരുന്നു. പക്ഷെ അതിൽ നിയമനം ഇപ്പോൾ നടത്തേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിൽ ഗവർണർ എത്തിയിരുന്നു. ഇതേ തുടർന്ന് ആണ് ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാല VC നിയമനവുമായി ബന്ധപ്പെട്ടുള്ള സമവായ നീക്കം പൊളിഞ്ഞത്. ഈ സമവായത്തിലേക്ക് സർക്കാർ പോകേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. എന്തായാലും ഏറ്റവും സുപ്രധാനമായ നീക്കം ഇപ്പോൾ സർക്കാർ നടത്തിയിരിക്കുന്നു. ഗവർണറുമായി ഒരു സമവായത്തിലേക്ക് എന്ന് സൂചന നൽകിക്കൊണ്ടായിരുന്നു ഇന്നലെ സെർച്ച് കമ്മിറ്റി പ്രഖ്യാപിച്ചുകൊണ്ട് ഗവർണർ ഉത്തരവിറക്കിയത്. സെർച്ച് കമ്മിറ്റിയിൽ കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് അംഗമായി ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രൊഫസർ സാബുവിനെ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതിൽ UGC പ്രതിനിധി മറ്റൊരാളും ഒപ്പം ഗവർണറുടെ പ്രതി ഒരാളും ചേർത്ത് 3 പേരുടെ പട്ടികയാണ് പുറത്തിറക്കിയത്. പക്ഷേ ഇപ്പോൾ ഒരാൾ പിന്മാറിയതോടുകൂടി ഇനി സെർച്ച് കമ്മിറ്റി നിലനിൽക്കില്ല. സെർച്ച് കമ്മിറ്റി അസാധുവാകും. കാലിക്കറ്റ് സർവകലാശാല VC നിയമനം പ്രതിസന്ധിയിലാകും. ഒരു പക്ഷേ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലയിൽ VC നിയമനവുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം ഗവർണർ അനുകൂലമായി, സർക്കാർ നൽകിയ പട്ടികയിൽ അനുകൂലമായി തീരുമാനം എടുത്തിരുന്നെങ്കിൽ കാലിക്കറ്റ് സർവകലാശാലയിലെ VC നിയമനത്തിന് ഗവർണർക്ക് താല്പര്യമുള്ള ഒരാളെ VC ആയി എത്തിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു. ഇന്നലെ ഈ ഉത്തരവിറങ്ങിയപ്പോൾ, ഗവർണറുടെ ഉത്തരവിറങ്ങിയപ്പോൾ സർക്കാർ ഗവർണർ അനുനയത്തിലേക്ക് എന്നൊരു സൂചനയുണ്ടായിരുന്നു. പക്ഷെ ആ സൂചന ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്നു. സർക്കാർ ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോയിരിക്കുന്നു. ക്രിസ്റ്റീന. ഓക്കെ, ഉമേഷ് ബാലകൃഷ്ണനാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.